വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും സമരത്തിന് മുന്നിൽ കീഴടങ്ങിയത് നരേന്ദ്രമോദിയുടെ മർക്കടമുഷ്ടിയാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. സമരധീരതയ്ക്ക് മുന്നിൽ പ്രധാനമന്ത്രിക്ക് കീഴടങ്ങേണ്ടി വന്നു. TK സ്മാരക പഠന ഗവേഷണ കേന്ദ്രം കോട്ടയം ചങ്ങനാശ്ശേരിയിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് വിദ്യാഭ്യാസ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് RSS ആസ്ഥാനത്തു നിന്നുമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. RSS ഏറ്റവും അധികം ഇടപെടുന്നത് സാംസ്കാരിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമാണ്. ശ്രീരാമന്റെ പേരിൽ വർഗീയ വിഭജനം നടത്തുകയും അതേ ശ്രീരാമന്റെ ക്ഷേത്രം കൊള്ളയടിക്കുകയും ചെയ്തവർ പരീക്ഷയിൽ കൊള്ളയടി നടത്തിയതിൽ അത്ഭുതമില്ല. TK സ്മാരക പഠന ഗവേഷണ കേന്ദ്രം ചങ്ങനാശ്ശേരിയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമരവഴികൾ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഘട്ടം ഘട്ടമായി ഇല്ലായ്മ ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ സകല കാര്യങ്ങളും ഡൽഹിയിലിരുന്നു കൊണ്ട് തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ ഡൽഹിയിലിരുന്നു കൊണ്ടല്ല, ഡൽഹിയിലും നാഗ്പൂരിലും കൂടെയാണ്. RSSന്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ കൂടെയാണ് തീരുമാനിക്കുന്നത്. വാജ്പേയി ഗവൺമെന്റ് വന്നപ്പോൾ മുതൽ തന്നെ എല്ലാ വകുപ്പുകളിലും കാര്യങ്ങൾ നോക്കുന്നതിൽ RSSന്റെ മേൽനോട്ടമുണ്ട്. അതിലവർ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടു കൂടി ഇടപെട്ടുകൊണ്ടിരുന്നത് വിദ്യാഭ്യാസ വകുപ്പിലും സാംസ്കാരിക വകുപ്പിലുമാണ്. ഇന്ന് ഇന്ത്യയുടെ ലോകത്തെ പല രാജ്യങ്ങളിലുമുള്ള എംബസികളിൽ RSSന്റെ ഓരോ പ്രതിനിധിയെ നിയമിച്ചിട്ടുണ്ട്. രാമന്റെ പേരിൽ പോലും തീവട്ടിക്കൊള്ള നടത്തുന്നവർ പ്രവേശന പരീക്ഷ ഉപയോഗിച്ച് തീവട്ടിക്കൊള്ള നടത്തുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംശയിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. TK സ്മാരക പഠന കേന്ദ്രം ചെയർമാൻ TR രഘുനാഥൻ അധ്യക്ഷനായ ചടങ്ങിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം BN വാസവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.